ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പേരയില കൊണ്ടുണ്ടാക്കുന്ന ഒരു സൂപ്പർ ഹെയർ പാക്കാണ്. ഏത് മുരടിച്ച മുടിയാണെങ്കിലും വരണ്ട മുടിയാണെങ്കിലും ഇപ്പോൾ കിളിക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നവർക്കാണെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് ഉപയോഗിച്ചാൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ആരും അയ്യെന്ന് പറഞ്ഞ് തള്ളിക്കളയാനൊന്നും പറ്റില്ല കേട്ടോ. നല്ല അടിപൊളി ഒരു ഗുണങ്ങളുള്ള സാധനമാണ് ഈ പേരയില എന്ന് പറയുന്നത്. ഇപ്പം പേരയില തിളപ്പിച്ച് വെള്ളം കുടിച്ചാലും പേരയ്ക്ക കഴിച്ചാലും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാനൊരു പേരയ്ക്ക പഴുത്ത് നിൽക്കുന്നത് കണ്ടു. മഴ നനഞ്ഞാണ് നിൽക്കുന്നത്, എന്നാലും സാരമില്ല, നമുക്ക് ആ പേരയ്ക്ക ഒന്ന് പറിച്ചിടാം. അതിന് അമ്മയെ വിളിക്കാം കേട്ടോ. അമ്മ ഈ പേരയ്ക്ക ഒന്ന് പറിച്ചു തരുമോ അമ്മേ? അപ്പം ഞങ്ങൾ പറിക്കുകയാണ്. പറയുന്നില്ലല്ലോ അമ്മേ, ഇങ്ങോട്ട് വാ. എൻ്റെ പേരയ്ക്ക അടിപൊളി. നമ്മുടെ പേരയ്ക്ക അങ്ങനെ വീണു. ഇത് നോക്കിക്കൊണ്ടിരുന്ന് നമ്മുടെ ഹെയർ പാക്ക് ആവത്തില്ല. നമുക്ക് അങ്ങോട്ട് വാ. ഞാനിവിടെ ഒരു 10-12 പേരയില പറിച്ച് വെച്ചിട്ടുണ്ട്. കിളുന്ന പേരയില എടുക്കാനായിട്ട് നോക്കണം, കാരണം അതിന് കുറച്ചുകൂടെ എഫക്റ്റ് ആയിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇലയുടെ ബാക്കിലൊക്കെ ഇതുപോലെ കൊച്ചു കൊച്ചു പ്രാണികളും ചിലന്തി കൂട് വെച്ചിരിക്കുന്നതൊക്കെ കാണും. അത് നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹെയർ പാക്കിന് യൂസ് ചെയ്യാവൂ. അപ്പോൾ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി ഇലയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഒരു മിക്സി ജാറിൽ വെച്ചിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുമ്പോൾ മുടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കാതെ നമുക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ വേണം. അതാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്, സൂപ്പർ താരം. കഞ്ഞിവെള്ളത്തിൻ്റെ എന്തൊക്കെ ബെനിഫിറ്റാണെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ ഒരു കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത് 1 day ഫെർമെൻറ്റ് ചെയ്തിരിക്കുന്ന കഞ്ഞിവെള്ളമാണ്. ഇപ്പം ഏതിൻ്റെ അരിയുടെ കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമില്ല, ചുമന്നരി ആണെങ്കിലും വെള്ളരി ആണെങ്കിലും റേഷൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് 1 day ഫെർമെൻറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം നമുക്കെടുക്കാനായിട്ട്. ഉപ്പിട്ടത് നമുക്ക് പറ്റത്തില്ല, ഉപ്പിടാത്തത് വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു പേരയില പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കുന്നതിന് പകരം നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം ചേർത്താണ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കൊരു നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ പേരയില. അപ്പോൾ നമുക്ക് ഈ ഒരു പേരയില ഡയറക്റ്റ് നമ്മൾ കഞ്ഞിവെള്ളത്തിലോട്ട് ചേർക്കാണ്ട് നമ്മളൊരു അരിപ്പ കൊണ്ട് അല്ലെങ്കിൽ തുണിയെ പിഴിഞ്ഞോ നമുക്ക് ഈ ഒരു ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. കാരണം ഇതിനകത്ത് ഒരുപാട് പൊടികളും എല്ലാം കാണാൻ ചാൻസസ് ഉണ്ട്, അത് മുടിയെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വേണം നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിനോട് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് മുടിക്ക് നീളത്തിനനുസരിച്ച് നമുക്ക് കഞ്ഞിവെള്ളം എടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പേരയില കൊണ്ടുണ്ടാക്കുന്ന ഈ പാക്ക് ഭയങ്കര എഫക്റ്റീവാണ്. മുടിക്ക് ഒരുപാട് വളരാനും ഹെയർ ഗ്രോത്തിനും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ ഒരു പേരയില എന്ന് പറയുന്നത്. പേരയില ഉപയോഗിച്ച് നമ്മളൊരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് ഈ ഒരു പേരയില ഉപയോഗിച്ചൊന്ന് നോക്കിക്കോ, എത്ര മാറ്റം നമ്മുടെ മുടി വരും നമുക്ക് തന്നെ കണ്ടറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു യൂസ്ഫുൾ ടിപ്പുമായി നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.